പ്രവർത്തനം നടന്നു വരികയാണ്. നമ്മുടെ സ്കൂളിലെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് എന്താണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്? സ്കൗട്ട് ആൻഡ് ഗൈഡ് കൊണ്ട് ഒരു കുട്ടിക്ക് എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കുന്നു? സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിൽ അംഗത്വം എടുത്താൽ ആ കുട്ടിക്ക് ഭാവിയിൽ അവൻ്റെ വിദ്യാഭ്യാസപരമായി എന്തെല്ലാം ഗുണങ്ങൾ ലഭിക്കുന്നു? സ്കൗട്ട് ആൻഡ് ഗൈഡിൽ അംഗത്വം എടുക്കുന്ന വിദ്യാർത്ഥിനികളുടെ അവരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്നതുമായി ബന്ധപ്പെടുത്തി ആദ്യം നമുക്ക് മനസ്സിലാക്കണം. 1857 ജനിച്ച മഹാനായിട്ടുള്ള ബാഡൻ പൗഡ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് പട്ടാള ഉദ്യോഗസ്ഥനാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനം 1907 ഇംഗ്ലണ്ടിൽ ആരംഭിക്കുന്നത്. 1907 ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ബാഡൻ പൗഡിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നും നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അതുതന്നെയാണ്. കുട്ടികളായിരിക്കുമ്പോൾ നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുന്ന ഒരു പ്രസ്ഥാനം രൂപീകരിക്കുകയും ആ പ്രസ്ഥാനത്തിലൂടെ ഭാവിയിൽ നല്ല ഉന്നത മൂല്യങ്ങളുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ബാഡൻ പൗഡ് 1907 സ്കൗട്ട് പ്രസ്ഥാനം രൂപീകരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള പരമപ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ഇന്നും അത് തന്നെയാണ്. അതായത് സ്കൂൾ തലത്തിൽ കുട്ടികൾ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ ചേരുകയാണ്. അവർക്ക് നല്ല മൂല്യങ്ങൾ പകർന്നു നൽകുകയാണ്. എന്താണ് ആ മൂല്യങ്ങൾ? ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുന്ന അവസരത്തിൽ കുട്ടികൾക്ക് ആദ്യമായി ഞങ്ങൾ നൽകുന്നത് ഉദാഹരണത്തിന് 10 വയസ്സാകുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുക്കുക. അതായത് 5ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടിക്ക് നമ്മുടെ പ്രസ്ഥാനത്തിലെ അംഗത്വം നൽകുകയാണ്. അംഗത്വം നൽകിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവന് നൽകുന്നത് ഒരു പ്രതിജ്ഞയും നിയമവുമാണ്. ആ പ്രതിജ്ഞയും നിയമവും അനുസരിച്ച് ജീവിതാവസാനം വരെ ജീവിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് അംഗത്വം എടുക്കുകയാണ്. അതായത് ഒരു സ്കൗട്ട് വിശ്വസ്തനായിരിക്കും. അച്ഛനോടും അമ്മയോടും അധ്യാപകരോടും നമ്മുടെ സമൂഹത്തോടും എല്ലാം 100% വിശ്വസ്തത പുലർത്തുന്ന ഒരു കുട്ടിയായിരിക്കും. ലോയൽറ്റി, അർപ്പണബോധം, അതായത് കൂറുണ്ടായിരിക്കും. പഠിക്കുന്നതിനോടായാലും എല്ലാത്തിനോടും സഹോദര സ്നേഹം, മര്യാദ ഉണ്ടാകും, അച്ചടക്കമുണ്ടാകും, മിതവ്യശീലമുണ്ടാകും, പൊതുമുതൽ സംരക്ഷിക്കും, മിതവ്യശീലമുണ്ടാകും, മനസ്സുകൊണ്ടും വചനം കൊണ്ടും കർമ്മം കൊണ്ടും ശുദ്ധി ഉണ്ടാകണം, നാം വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വാസമുണ്ടാകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു പ്രതിജ്ഞയും നിയമവും ചൊല്ലിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രതിജ്ഞയും നിയമവും ജീവിതാവസാനം വരെ ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് അംഗത്വം നൽകുന്നു. അതൊരു മൂല്യമാണ്. അടുത്തതായിട്ട് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് നൽകുകയാണ്. അതോടുകൂടി കുട്ടികൾക്ക് സമൂഹത്തോടൊരു പ്രതിബദ്ധത ഉണ്ടാകും. അവനതിൻ്റെ ഒരു മൂല്യം ലഭിക്കുകയാണ്, സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച്. പിന്നെ നമുക്ക് അടുത്ത ചർച്ച ചെയ്യാം. അവൻ്റെ സിലബസ് പരമായിട്ട് മാപ്പിംഗ്, പൈനിയറിംഗ്, എസ്റ്റിമേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് ഈ പ്രസ്ഥാനത്തിലൂടെ നൽകുകയാണ്. അങ്ങനെ ടോട്ടലി ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുത്ത് പ്രവർത്തിക്കുന്നതിലൂടെ ഭാവിയിൽ ഉന്നത മൂല്യമുള്ള ഒരു പൗരനെ വാർത്തെടുക്കുക എന്നതാണ് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള ഏക ലക്ഷ്യം. അപ്പോൾ നമ്മുടെ ഈ സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളും രക്ഷകർത്താക്കളും എല്ലാം മനസ്സിലാക്കുക, കുട്ടിയെ ഭാവിയിൽ നല്ല മൂല്യങ്ങളുള്ള ഒരു പൗരനെ വാർത്തെടുക്കുക എന്നതാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ഏക ലക്ഷ്യം. നമ്മുടെ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൻ്റെ ക്രമാനുഗതമായിട്ടുള്ള ഒരു പുരോഗതിയുണ്ട്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികൾ ആദ്യം 1ാം ക്ലാസ്സിൽ ചേരുകയാണ്. 1ാം ക്ലാസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അടുത്ത് 2ാം ക്ലാസ്സിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ 3ാം ക്ലാസ്സിലോട്ട് പോകുന്നു, 4ാം ക്ലാസ്സിലോട്ട് പോകുന്നു, 5ാം ക്ലാസ്സിലോട്ട് പോകുന്നു. അങ്ങനെ ഓരോ വർഷവും ക്രമമായിട്ട് ഓരോ ക്ലാസ്സുകൾ ജയിച്ചു പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവന് ഓരോ പരീക്ഷകളുണ്ട്, ഓരോ ക്ലാസ്സുകളായിട്ടുള്ള പരീക്ഷകളായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ ഒന്നാമതായിട്ട് കുട്ടി അംഗത്വം എടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞ് ഒന്നാമതായിട്ട്
പ്രവേശം എന്ന് പറഞ്ഞിട്ട് ഒരു പരീക്ഷ ഉണ്ടാകും. പ്രവേശ് കഴിഞ്ഞാൽ പ്രഥമ സോപാൻ, പ്രഥമ സോപാൻ കഴിഞ്ഞാൽ ദ്വിതീയ സോപാൻ, ദ്വിതീയ സോപാൻ കഴിഞ്ഞാൽ തൃതീയ സോപാൻ, തൃതീയ സോപാൻ കഴിഞ്ഞാൽ രാജ്യ പുരസ്കാരം, രാജ്യ പുരസ്കാരം കഴിഞ്ഞാൽ രാഷ്ട്രപതി. അങ്ങനെ 6 പരീക്ഷകളാണ് കുട്ടികൾക്ക് ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. പ്രവേശ്, പ്രഥമ സോപാൻ, ദ്വിതീയ സോപാൻ, തൃതീയ സോപാൻ, രാജ്യ പുരസ്കാർ, രാഷ്ട്രപതി. ഞാൻ പറഞ്ഞു, ജോയിൻ ചെയ്ത് 3 മാസം കഴിഞ്ഞാൽ ആദ്യത്തെ പരീക്ഷ പ്രവേശാണ്. പ്രവേശ പരീക്ഷ ജയിച്ചു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ പ്രഥമ സോപാൻ, പ്രഥമ സോപാൻ പരീക്ഷ ജയിച്ചു. അത് കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ ദ്വിതീയ സോപാൻ, ദ്വിതീയ സോപാനിൽ നിന്ന് 6 മാസം കഴിഞ്ഞാൽ തൃതീയ സോപാൻ, തൃതീയ സോപാൻ പരീക്ഷയിൽ നിന്ന് 9 മാസം കഴിഞ്ഞാൽ രാജ്യ പുരസ്കാർ, രാജ്യ പുരസ്കാർ പരീക്ഷയിൽ നിന്ന് 12 മാസം കഴിഞ്ഞാൽ രാഷ്ട്രപതി പരീക്ഷ. അതാണ് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി. ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവന്റെ 5ാമത്തെ പരീക്ഷ രാജ്യ പുരസ്കാർ പരീക്ഷയാണ്. ആ രാജ്യ പുരസ്കാർ പരീക്ഷ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണർ കയ്യൊപ്പുവയ്ക്കുന്ന സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന പരീക്ഷയാണ്. 6ാമത്തെ പരീക്ഷ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് കയ്യൊപ്പുവയ്ക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പരീക്ഷയാണ്. ഒരു ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഗവർണറുടെയോ ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റിന്റെയോ അവാർഡ് നമ്മുടെ സാധാരണ ഒരു സിവിലിയനായിട്ടുള്ള ആൾക്കാർക്ക് ലഭിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും നമ്മൾ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. ഒരു ഗവർണർ അവാർഡ് ലഭിക്കണമെങ്കിൽ നാം നമ്മുടെ ജീവൻ പണയം വെച്ച് മറ്റൊരാളിന്റെ ജീവൻ രക്ഷിക്കണം. അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ നമ്മുടെ ആ കണക്കിന് പോലീസിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പദവികൾ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും വളരെ വലിയ കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഗവർണറുടെ അവാർഡോ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് ലഭിക്കണമെങ്കിൽ പത്മശ്രീ, പത്മഭൂഷൺ അങ്ങനെയുള്ള അവാർഡുകൾ, കീർത്തിചക്ര ഇങ്ങനെയുള്ള അവാർഡുകളാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ സാധാരണ സിവിലിയനായിട്ടുള്ള അല്ലെങ്കിൽ ആർമി ഓഫീസർക്കോ ലഭിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികളെ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് അവരുടെ ക്രമാനുഗതമായിട്ടുള്ള പരീക്ഷകൾ പാസ്സായി വരുന്നതിലൂടെ അവർക്ക് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റിന്റെയും ബഹുമാനപ്പെട്ട കേരള ഗവർണറുടെയും അവാർഡുകൾ ലഭിക്കുകയാണ്. നമുക്ക് അത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഗവർണറുടെ അവാർഡ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡ് നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ടത് ഒരു ഗവർണറുടെ അവാർഡും അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡും നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് എത്തുകയാണ്. കൈകളിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? അവർ ക്രമാനുഗതമായിട്ടുള്ള ഒരുപാട് പരീക്ഷകൾ പാസ്സായാണ് എത്തുന്നത്. ഈ ക്രമാനുഗതമായിട്ടുള്ള പരീക്ഷകൾ എന്ന് പറയുന്നത് അതിന് സിലബസ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു രാജ്യ പുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി സ്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സർവ മേഖലയിലും ഒരു അറിവുള്ള മനുഷ്യനായിരിക്കും. ഉദാഹരണത്തിന് നമ്മളൊരു സിലബസ് ആണ് ഫസ്റ്റ് എയ്ഡ്. ആ ഫസ്റ്റ് എയ്ഡ് ഒരു ഡോക്ടർ, MBBS ഡോക്ടർ ആദ്യം പഠിക്കുന്ന കാര്യം ഫസ്റ്റ് എയ്ഡ് ആണ് അവരുടെ കോഴ്സിലൊക്കെ. അപ്പൊ ആ ഫസ്റ്റ് എയ്ഡ് പൂർണ്ണമായിട്ട് നമ്മുടെ കുട്ടികൾ പഠിക്കുകയാണ്. ഒരു രാജ്യ പുരസ്കാരം അല്ലെങ്കിൽ രാഷ്ട്രപതി സ്കൗട്ട് ആകുന്നതിന് മുമ്പ് ഒരു ഫസ്റ്റ് എയ്ഡ് പൂർണ്ണമായിട്ട് കുട്ടികൾ പഠിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ തലകറങ്ങി വീഴുന്നു, നാം എന്ത് ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം? ഒരാളിന്റെ കൈ മുറിഞ്ഞു, എന്ത് അവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, അവിടെയൊന്ന് ക്ലീൻ ചെയ്ത് അതെങ്ങനെ ഫസ്റ്റ് എയ്ഡ് ചെയ്യണം? അല്ലെങ്കിൽ ഒരാളുടെ കൈ ഒടിഞ്ഞു, അതിനെന്ത് ഫ്രാക്ചറാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഒരാൾ വെള്ളത്തിൽ വീഴുന്ന ഒരാളിനെ എങ്ങനെ കൃത്രിമ ശ്വാസം CPR ഒക്കെ കൊടുക്കും, CPR ഒക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് എയ്ഡിന്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ ഗോൾഡൻ റൂൾസും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു രാജ്യ പുരസ്കാർ സ്കൗട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്റ്റാർ സ്റ്റഡി, നക്ഷത്ര പഠനം, നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് ദിക്ക് മനസ്സിലാക്കി യാത്ര ചെയ്യാൻ കുട്ടികൾ പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ഒരു മാപ്പിംഗ് മേഖലയാണ്. സർവേ ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ഒരു മാപ്പ് കുട്ടി പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അതുപയോഗിച്ച് യാത്ര ചെയ്യാൻ പഠിക്കുകയാണ്. അതിന് മാപ്പിംഗ് സെഷൻ എന്നാണ് പറയുന്നത്. അതിന്റെ സാങ്കേതിക ചിഹ്നങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ചൊരു നമ്മൾ 2 പോയിന്റ് കൊടുക്കുന്നു. ആ പോയിന്റ് വെച്ച് ഇന്ന പോയിന്റിലോട്ട് പോയിട്ട് വരാൻ പറഞ്ഞ കുട്ടി പൂർണ്ണമായിട്ട് നന്നായിട്ട് ആ മാപ്പ് ഉപയോഗിച്ച് ചരിക്കും. അതോടൊപ്പം തന്നെ നമ്മളൊരു പ്രദേശം കൊടുത്ത് ഇവിടെ ഉദാഹരണത്തിന് നമ്മുടെ മുന്നത്തെ കാലത്ത് ഒരാളെടുത്ത് നമ്മുടെ വെള്ളടോട് പോയിട്ട് ഒരു യാത്ര പോയിട്ട് വരാൻ
പറയുകയാണ്. ആ പോകുന്ന സ്ഥലത്തിന്റെ ലെഫ്റ്റ് റൈറ്റിലുള്ള കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് സർവേ ഓഫ് ഇന്ത്യ എങ്ങനെ മാപ്പ് തയ്യാറാക്കുമോ അതുപോലെ ഒരു മാപ്പ് തയ്യാറാക്കാൻ കുട്ടി പഠിക്കുകയാണ്. അത് ഇവരുടെ സിലബസിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ കുട്ടികളെ ഹൈക്കിംഗ് മേഖല, ട്രക്കിംഗ് മേഖല, അതായത് പ്രകൃതി പഠനവുമായി ബന്ധപ്പെടുത്തി പ്രകൃതിയിലുള്ള ഔഷധ സസ്യങ്ങളും ഔഷധങ്ങളെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ടുള്ള യാത്രകൾ കുട്ടികൾ നടത്തുകയാണ്. അങ്ങനെ പ്രകൃതിയുമായിട്ട് കുട്ടികളുടെ പ്രകൃതി എന്താണെന്ന് പഠിക്കുകയാണ്. അതോടൊപ്പം തന്നെ ക്യാമ്പിംഗ് മേഖല, നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. അതായത് ഉദാഹരണത്തിന് അവർ കഴിക്കുന്ന ആഹാരത്തിൽ കഴിക്കുന്ന പ്ലേറ്റ് എങ്ങനെ കഴുകി വെക്കണം, അല്ലെങ്കിൽ വീട്ടിലൊരു അമ്മയുടെ അഭാവത്തിൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അമ്മയുടെ അഭാവത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമ്പ് നടത്തുന്നുണ്ട്. നമ്മുടെ സ്കൗട്ടിങ്ങിനകത്ത് ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന് പൂർണ്ണമായിട്ട് കുട്ടികളെ സ്വന്തമായിട്ട് ടെന്റൊക്കെ നിർമ്മിച്ച് അവർ കൂടാരമൊക്കെ നിർമ്മിച്ച് ആ കൂടാരത്തിനകത്ത് താമസിച്ചുകൊണ്ട് അവർക്ക് വേണമെന്നുള്ള ആഹാരം അവർ സ്വന്തമായിട്ട് തയ്യാറാക്കി, അവർ കഴിക്കുന്ന ആഹാരത്തിന്റെ പാത്രങ്ങൾ അവർ തന്നെ സ്വന്തമായിട്ട് വൃത്തിയാക്കി, അവരുടെ വസ്ത്രങ്ങൾ അവർ സ്വന്തമായിട്ട് സൂക്ഷിക്കുന്നു, അവരുടെ ലഗേജസ് എല്ലാം അവർ കൃത്യമായിട്ട് അടുക്കി വയ്ക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും, അതായത് വീട്ടിൽ അമ്മ ഇല്ലായെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ അഭാവത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വീട്ടിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളവരുടെ സിലബസ് പ്രകാരം അവർക്ക് ഇത് വർക്കിംഗ് കൊടുക്കുന്നുണ്ട്. അവരുടെ പ്രഥമ സോപാന്യം അമ്മ ഒരാഴ്ച നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും യാത്ര പോവുകയാണ്, ഒരാഴ്ച നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, അവരുടെ സിലബസിന്റെ ഭാഗമാണ്. അപ്പോൾ അവർ ഒരാഴ്ച വീട്ടിൽ പൂർണ്ണമായിട്ട് അമ്മയുടെ കൂടെ ആഹാരമൊക്കെ പാചകം ചെയ്ത് അവർ തന്നെ വീട്ടിൽ എല്ലാവരും ആഹാരം കഴിക്കുന്ന പാത്രമൊക്കെ കഴുകി സ്വന്തമായിട്ട് വസ്ത്രങ്ങളൊക്കെ അലക്കി, അങ്ങനെ ആ അലക്കുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് മടക്കി ഷെൽഫിലൊക്കെ വയ്ക്കുന്ന, അങ്ങനെ എല്ലാ മെത്തേഡും എല്ലാ കാര്യങ്ങളും കുട്ടിയെ സർവ്വ മേഖലയിലേക്കും അവന് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുട്ടിയെ ഇവരുടെ നമ്മുടെ സിലബസിന്റെ ഭാഗം പഠിപ്പിക്കുകയാണ്. അങ്ങനെയാണ് അവൻ രാജ്യ പുരസ്കാർ സ്കൗട്ട് ആകുന്നത്. അതോടൊപ്പം തന്നെ ലിറ്ററേച്ചർ തലത്തിൽ അവന് കുറച്ച് ലോഗ് ബുക്കൊക്കെ നമ്മൾ എഴുതാൻ കൊടുക്കും. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഈ BA കഴിഞ്ഞു, MA കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് PhD എടുക്കും, ഡോക്ടറേറ്റ് ഒക്കെ എടുക്കും. ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും സബ്ജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ആ സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അതിനെ ഒരു 2-3 വർഷം സ്റ്റഡി ഒക്കെ ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് PhD ഒക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഉദാഹരണം പോലെ നമ്മുടെ കുട്ടികൾ ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിലൂടെ അവർക്ക് നമ്മൾ ഉദാഹരണത്തിന് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സിലബസ് കൊടുക്കും. പൈനിയറിംഗ് എന്ന് പറഞ്ഞ സിലബസ്. കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആഹാരം പാകം ചെയ്യണം, ആഹാരം പാകം ചെയ്ത് പാത്രം എങ്ങനെ കഴുകി വയ്ക്കണം എന്നതുമായിട്ട് റിസർച്ച് ചെയ്ത് അതിന് റിപ്പോർട്ട് തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു. പൈനിയറിംഗ് മേഖല അത് എഞ്ചിനീയറിംഗ് മേഖലയാണ്. എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യാൻ കുട്ടികൾക്ക് നമ്മൾ ഇത് സിലബസ് മാത്രം കൊണ്ട് അവർ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുക. അങ്ങനെ പല പല മേഖലകളെ കുറിച്ച് കുട്ടികൾക്ക് റിസർച്ച് ചെയ്ത് അവർക്ക് കൂടുതൽ അറിവ് നേടാൻ വേണ്ടി കുട്ടികൾക്ക് വായനയിലൂടെയും അവർ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്യുന്നതിലൂടെ മാത്രമാണ് കൂടുതൽ അറിവുകൾ ലഭിക്കുന്നത്. അപ്പോൾ കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ റിസർച്ച് മേഖല കുട്ടികൾക്ക് തുറന്നു കൊടുക്കുകയാണ്. അത് പ്രകൃതിപരമായിട്ടുള്ള എഴുത്തുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൂടെ എല്ലാ കുട്ടികളുടെ ഗുണം ലഭിക്കണം. ഉദാഹരണത്തിന് ഇന്ന് കുട്ടികൾ 7ാം ക്ലാസ്സിന് അല്ലെങ്കിൽ 5ാം ക്ലാസ് 6ാം ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരുപാട് എഴുതുന്നു. ഈ എഴുതുമ്പോൾ MBBS പഠിക്കുന്ന ഒരു കുട്ടിക്ക് 1 മണിക്കൂർ കൊണ്ട് 60 പേപ്പർ എഴുതിയിരിക്കേണ്ടതായിട്ട് വരും. പെട്ടെന്ന് പരീക്ഷയിലേക്ക് വരും. അപ്പോൾ ഇപ്പോഴേ ആ കുട്ടിക്ക് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ കൂടുതൽ സ്പീഡിൽ കൂടുതൽ വർക്കൊക്കെ ചെയ്ത് എങ്ങനെയൊക്കെ എഴുതാം അതൊക്കെ ഒരു ട്രെയിനിങ് നമ്മൾ ഈ സമയത്ത് കൊടുക്കുകയാണ്. അതായത് തീർത്തും അവന് ഭാവിയിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം ആ സർവ്വ കാര്യങ്ങൾ ഈ ഒരു രാജ്യ പുരസ്കാർ രാഷ്ട്രപതി സ്കൗട്ട് ആകുന്നതിന് മുൻപ് കുട്ടികൾക്ക് നമ്മൾ പകർന്നു നൽകുകയാണ്. അതാണ് ഈ സ്കൗട്ടിങ്ങയുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്.